ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാസ്ഡാക്ക് ഫ്യൂച്ചേഴ്സാണ് നമ്മളിന്ന് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഞാൻ 10 മൈക്രോസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവിടെ എടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ 1 അവർ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു നല്ലൊരു FEG ഉണ്ട്. അപ്പോൾ എൻ്റെ ബയാസ് എന്ന് പറയുന്നത് ബുള്ളിഷാണ്. എനിക്കുള്ളത് ബുള്ളിഷ് ബയാസാണ്. അപ്പോൾ നമ്മൾ നോർമലി ബുള്ളിഷ് ബയാസ് ഉള്ള സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു കാര്യം, നോർമലി മാർക്കറ്റ്, അതായത് നമുക്ക് അറിയാം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 9:30-ക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഓൾറെഡി 9:30-ക്ക് ഓപ്പൺ ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 1 അവറിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ താഴ്ത്തേക്ക് വന്നിട്ടുണ്ട്. ലോവർ ലോസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് താഴ്ത്തേക്ക് വന്നിരിക്കുന്നത്. ഞാനൊരു റെഡ് ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് 1 അവറിലൊരു FEG ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ക്ലിയർലി നമുക്ക് 1 അവറിലെ ആ ഒരു FEGയിൽ ഒരു വിക്ക് അവിടെ കാണാം. അപ്പോൾ കറക്റ്റ് ആ ഒരു വിക്കിൽ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴ്ത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കൺഫർമേഷൻ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 1 മിനിറ്റിൽ അവിടെ ഒരു ബ്രേക്ക് കാണാവുന്നതാണ്. 1 മിനിറ്റിൽ മാർക്കറ്റ് നമുക്കൊരു ബ്രേക്ക് തന്നിട്ടുണ്ട്. ഇനി ആ ബ്രേക്ക് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തു, ആ ബ്രേക്കിൽ എൻട്രി എടുക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബ്രേക്ക് ചെയ്ത ലെഗിൻ്റെ 50% മുകളിൽ വരുന്ന ഏതെങ്കിലും FEGയിൽ നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഏകദേശം ഇവിടെയായിരുന്നു എൻ്റെ എൻട്രി ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് ആ സമയത്ത് എൻട്രി എടുക്കാൻ പറ്റിയില്ല. ഏകദേശം 24,764 എൻ്റെ ഒരു എൻട്രി ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ കുറച്ചുകൂടി താഴ്ത്തേക്ക് വന്നപ്പോൾ എൻട്രി എനിക്ക് കിട്ടിയത് 726 എൻട്രി ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ ഓൾറെഡി ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ 1 അവറിൽ വീണ്ടും 1 അവറിലേക്ക് ചാർട്ട് മാറ്റുകയാണെങ്കിൽ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു 1 അവറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആ 1 അവറിൽ ഇപ്പോൾ മുകളിലേക്ക് പോയ, അല്ലെങ്കിൽ ആ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്ത ആ ഒരു റണ്ണിൻ്റെ 50% വരുന്ന ഏതെങ്കിലും ഒരു PDR ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 50% എന്ന് പറയുന്നത് ഏകദേശം ഓക്കെ, അപ്പോൾ നമ്മുടെ 50% എന്ന് പറയുന്നത് ഏകദേശം നിങ്ങൾക്കറിയാം, ഈ 0.5 ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് തൊട്ട് താഴ്ത്ത് വരുന്ന ഒരു FEG നിങ്ങൾക്ക് കാണാം. ആ ഒരു FEG ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാർഗറ്റാണ് നമ്മുടെ TP എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ TP സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും ഞാൻ TP സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് TPയും SLയും എല്ലാം സെറ്റ് ചെയ്തിട്ട് തന്നെ ഇനി മുന്നോട്ട് പോകാം. ഞാൻ വീണ്ടും 1 മിനിറ്റിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ എവിടെയായിരിക്കും നമ്മുടെ SL എന്ന് പറയുന്നത്? ഇവിടെയാണ് നമ്മുടെ SL എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് SL പ്ലേസ് ചെയ്യാൻ പറ്റും. സെൽ 10 MNQ, അതായത് നമ്മൾ ഓൾറെഡി സെല്ല് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മുടെ ബൈ ഓർഡറാണ്, നമ്മൾ ബൈ സ്റ്റോപ്പ് ഓർഡറാണ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ ടാർഗറ്റ് TP എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയാണ് നമുക്ക് ഇവിടെ കൊടുക്കുന്നത്. ഏകദേശം 598 അല്ലെങ്കിൽ 600 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നമുക്ക് TP വയ്ക്കാം. ഓക്കെ, 604 ആ ഒരു റീജിയനിലാണ് നമ്മൾ ബൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ SLയും TP നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് വാച്ച് ചെയ്യാം എന്താണ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞ പോലെ മുകളിലേക്ക് വരുമോ അതോ വീണ്ടും താഴത്തേക്ക് തന്നെ പോകുമോ എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്യാം.
സോ ഗൈസ് നമ്മുടെ ടി പി ഓൾമോസ്റ്റ് ടിപിയുടെ അടുത്ത് വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം ഈ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. അത് കുറച്ച് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും 50% കുറച്ചുകൂടി മുകളിൽ പോയിട്ടാണ് മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മൾ കറക്റ്റ് 50% ഫിബൊനാച്ചി ലെവലിൽ നിന്ന് തിരിച്ച് താഴ്ത്ത് വരണമെന്നൊന്നുമില്ല. ഡിപ്പെൻസ് ഓൺ ദ മാർക്കറ്റിൻ്റെ ആ ഒരു ബയാസും അതുപോലെയുള്ള കാര്യങ്ങളനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി വേറൊരു ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ ഫൈൻ, ഇത് ക്ലോസ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ട്രേഡ് ടി പി അടിച്ചിരിക്കുകയാണ്. ഇത് നോക്കി കാണാം. ഓക്കെ, നമ്മുടെ റീസെൻറ്റ് ട്രേഡ് നിങ്ങൾക്ക് കാണാം. അവിടെ പേപ്പർ ട്രേഡിംഗ് ആണ്. ബാലൻസ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മളിപ്പോഴത്തെ ട്രേഡ്. $1230 നമുക്കിപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഞാനിനി കൂടുതലും നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം നമുക്കിതിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൽ റെക്കോർഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് നിർത്താണ്. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ ക്രിപ്റ്റോ ലൈവ് എന്ന് പറയുന്ന ഒരു ചാനൽ വീണ്ടും ഞാൻ പൊടിയായിട്ട് എടുക്കുകയാണ്. ഇത് കുറേ നാളുകൾ കൂടിയിട്ടിടുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. സോ ഗൈസ്, കീപ് ചെക്കിംഗ് ദ വീഡിയോസ്, give support. Thank you. Bye.